അസ്സലാമു അലൈക്കും. റജബ് 27 നോമ്പ് വരികയാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്നവരാണല്ലോ നമ്മൾ. നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണല്ലോ പണം. റജബ് 27 മുമ്പ് ഈ സൂറത്ത് ഓതുന്നത് പതിവാക്കിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതാണ്. അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന മാസമാണല്ലോ റജബ് മാസം എന്ന് പറയുന്നത്. പരിശുദ്ധമായ റജബ് മാസം നമ്മിൽ നിന്ന് വിട പറയാൻ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ ഈ റജബ് മാസത്തിൽ വളരെയധികം മഹത്വമുള്ള പ്രാധാന്യമുള്ള രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഈ പറയുന്ന സൂറത്ത് മെഹ്റാജിൻ്റെ രാവിൽ ധാരാളമായിട്ട് പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. എല്ലാ ദിവസവും ഈ സൂറത്ത് പാരായണം ചെയ്യുക. പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. കുടുംബക്കാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും നമുക്കൊരു വിലയും ഉണ്ടാവില്ല. പണമില്ലെങ്കിൽ നമുക്ക് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പണം തന്നെ വേണം. നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ കടം വീടാനും ഈ സൂറത്ത് ഓതിയാൽ മതി. സാമ്പത്തികമായി നിങ്ങളെ ഒരുപാട് ഉയരങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല എത്തിക്കട്ടെ. ആമീൻ. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് 5 വഖത്ത് നിസ്കാരം നിസ്കരിക്കുക. ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം സുബഹി നിസ്കരിച്ചതിന് ശേഷം കിടന്ന് ഉറങ്ങാതിരിക്കുക. സുബഹിക്ക് ശേഷം കിടന്നുറങ്ങിയാൽ നമ്മുടെ ആ ദിവസത്തിൽ ഒരു ബർക്കത്തും ഉണ്ടാവുകയില്ല. അത് നമ്മൾ ചെയ്യുന്ന ജോലിയിലും ഒരു കാര്യത്തിനും ബർക്കത്തുണ്ടാവുകയില്ല. എല്ലാ ദിവസവും സുബഹി നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കണം. എന്നാലേ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുവാൻ, നമ്മുടെ ജീവിതത്തിലെ കടങ്ങൾ പെട്ടെന്ന് വീട്ടിക്കിട്ടുവാൻ നമ്മൾ ഓതേണ്ട സൂറത്താണ് സൂറത്ത് ഇഖ്ലാസ്. സൂറത്ത് ഇഖ്ലാസിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഈ സൂറത്ത് ഒരു വട്ടം ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുർആൻ്റെ 1/3 ഓതിയതിൻ്റെ പ്രതിഫലമാണ് കിട്ടുന്നത്. എന്നാൽ ഈ സൂറത്ത് 3 വട്ടം ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതിയതിൻ്റെ കൂലി കിട്ടും ഇൻഷാ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഇഖ്ലാസ് 11 പ്രാവശ്യം ഓതിയാൽ അവനിക്ക് പരിശുദ്ധമായ സ്വർഗത്തിൽ കൊട്ടാരം പണിയുമെന്ന് നബി തങ്ങൾ പറയുന്നു. അള്ളാഹു അവനെ നരകത്തിലിടില്ല. ജീവിതത്തിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളും സാമ്പത്തികമായി ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ആളുകളും സാമ്പത്തികമായി ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകളും എല്ലാവരും പരിശുദ്ധമായ റജബ് മാസത്തിൽ തന്നെ സൂറത്ത് ഇഖ്ലാസ് ഓതി തുടങ്ങുക. ചുരുങ്ങിയത് 11 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ദിവസവും ചൊല്ലുക. റജബിൻ്റെ 27-ാം രാവിൽ സൂറത്ത് ഇഖ്ലാസ് ധാരാളമായി പാരായണം ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.